ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 2-ാം അധ്യായത്തിന്റെ 5 വരെയുള്ള വാക്യങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ച് ധ്യാനിക്കുന്നതിന് സമയമെടുക്കാം. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. അവനിൽ വേരൂന്നിയും ആത്മീയവർദ്ധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നവനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പിൻ. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിന് ഒത്തവണ്ണം, ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്ക് ഒത്തവണ്ണമല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണമല്ല. അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കും. ഇതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയം. ഈ വേദഭാഗമാണ്. ഇവിടെ ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നിറപ്പിൻ. ഇവിടെ നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത് കൊണ്ട് എന്നല്ല, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് എന്നുമല്ല, നിങ്ങൾ വീണ്ടും ജന്മം പ്രാപിച്ചതുകൊണ്ട് എന്നുമല്ല. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ. അപ്പോൾ ദൈവ മക്കളായിരിക്കുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൽ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊള്ളുക എന്ന് പറയുന്നതായ ഒരവസ്ഥയിലാണ് ഉള്ളത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം നാം പഠിച്ചപ്പോൾ അവിടെയും നാം അപ്രകാരമാണ് കണ്ടത്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന. അപ്പോൾ ഈ കൈക്കൊള്ളുക എന്ന് പറയുന്നത് കേവലം വിശ്വസിക്കുന്നതിന് അപ്പുറമായിട്ടുള്ള ഒരു കാര്യമാണ്. രക്ഷാകരമായ വിശ്വാസം എന്ന് പറയുമ്പോൾ അതിൽ ഈ കൈക്കൊള്ളലും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ നാം അതിനെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിക്കുകയുണ്ടായി. കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി തീർക്കുക എന്നാണ് അർത്ഥം. അത് കേവലം സ്വീകരിക്കുക എന്നുള്ളതല്ല. അതിനെക്കുറിച്ചൊക്കെ നാം ചിന്തിച്ചതാണ്. ഈ കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങൾ കൈക്കൊണ്ടു എന്ന് പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമായി മാറി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കൊലോസ്യയിലെ വിശ്വാസികളോട് പറയുമ്പോഴും നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടു എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തു ഒരു ഭാഗമായി തീർന്നു. അപ്പോൾ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. അപ്പോൾ നമ്മിൽ ഒരാൾ വസിക്കുന്നുവെങ്കിൽ ആ ആളുമായിട്ടുള്ള കൂട്ടായ്മ എന്ന് പറയുന്നത് ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ഫലമാണ്, അല്ലെങ്കിൽ പ്രവർത്തനമാണ്. നമ്മളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മറ്റൊരാൾ തീരുമ്പോൾ ആ രണ്ടുപേരും തമ്മിലുള്ളതായ ഒരു നിരന്തരമായ ബന്ധം അവിടെ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇംഗ്ലീഷിൽ ഇത് അവനിൽ നടപ്പിൻ എന്നാണ് ഇംഗ്ലീഷ് ബൈബിൾ എടുത്ത് നോക്കിയാൽ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇത് രണ്ട് കൈയെഴുത്ത് പ്രതികളിൽ നിന്നുള്ളതായ തർജ്ജമയാണ്. ചെറിയ ചില വ്യത്യാസങ്ങൾ ഇതുപോലെ അവിടെയും ഇവിടെയും ഒക്കെ ഉണ്ട്. എന്നാൽ ഫലത്തിൽ അവന്റെ കൂട്ടായ്മയിൽ നടപ്പിൻ എന്ന് പറയുന്നതും അവനിൽ നടപ്പിൻ എന്ന് പറയുന്നതും അതിന് അർത്ഥവ്യത്യാസം ഇല്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ നാം കൈക്കൊണ്ട് സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കിയിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഉള്ളതുകൊണ്ട് ആ ക്രിസ്തുവിൽ നടപ്പിൽ, അവനിൽ നടപ്പിൻ എന്നുള്ളതാണ് ഇവിടെ പ്രബോധനം. അങ്ങനെ അവനിൽ നടപ്പിൻ എന്ന് പറഞ്ഞുവിട്ട് അത് എങ്ങനെയാണ് ഈ കർത്താവായ യേശുക്രിസ്തുവിൽ നടക്കേണ്ടത്, അല്ലെങ്കിൽ നടക്കുന്നതിന്റെ ലക്ഷണം എന്താണ് എന്നുള്ള കാര്യമാണ് തുടർന്നുള്ള 2 വാക്യങ്ങളിൽ തുടർന്നുള്ള വാക്യത്തിൽ നമുക്ക് 7-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എങ്ങനെയാണ് കർത്താവിൽ നടക്കുക, അല്ലെങ്കിൽ കർത്താവിന്റെ കൂട്ടായ്മയിൽ നടക്കുക എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് കാര്യമാണ് 7-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ 4 കാര്യങ്ങൾ ഈ 7-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാം. 1, അവനിൽ വേരൂന്നിയും. 2, ആത്മീയവർദ്ധന പ്രാപിച്ചും. 3, നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും. 4, സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പിൻ. അപ്പം ഈ 4 കാര്യങ്ങളാണ് ഒരു ക്രിസ്തുവിൽ
നടക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നടക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത്. ആദ്യം പറഞ്ഞിരിക്കുന്നത് അവനിൽ വേരൂന്നണം എന്നാണ്. കാർഷിക പശ്ചാത്തലവും കൃഷി മേഖലയിലും താമസിക്കുന്നതായിട്ടുള്ള നമുക്ക് ഈ വേരൂന്നേണ്ടതിന്റെ പ്രാധാന്യം എന്ത് എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് പ്രയാസമില്ല. നമുക്കറിയാം, ഏതെങ്കിലും ഒരു മരം അല്ലെങ്കിൽ ഒരു വൃക്ഷം, ഒരു ചെടി, അത് ശരിക്കും മണ്ണിലേക്ക് ആഴത്തിൽ വേരൂന്നിയിട്ടുണ്ടെങ്കിൽ അത്തരം ചെടികൾ ചില പ്രകൃതിക്ഷോഭങ്ങളോ അല്ലെങ്കിൽ വരൾച്ചയോ ഒക്കെ വന്നാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളെ അത് അതിജീവിക്കും എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ അങ്ങനെ അധികം താഴേക്ക് വേരോട്ടം ഇല്ലാത്തതായിട്ടുള്ള ചെടികളാണ് എങ്കിൽ ഒരു വരൾച്ച വന്നാൽ അത് പെട്ടെന്ന് ഉണങ്ങിപ്പോകും. അതല്ല എങ്കിൽ ഒരു കാറ്റ് വന്നാൽ അത് പിടന്നു പോവുകയോ അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ ശക്തമായ വേരുപടലങ്ങളും ആഴത്തിൽ വേരൂന്നിയതുമായിട്ടുള്ള ഒരു മരം അതിന് പ്രതികൂല കാലാവസ്ഥകൾ വരുമ്പോൾ അതിനെ അത് ബാധിക്കുകയില്ല എന്നുള്ളതാണ് ഈ വേരൂന്നുന്നതിൻ്റെതായ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്. ഇത് മാത്രവുമല്ല, നമുക്കറിയാം വേരിന്റെ പല ധർമ്മങ്ങളുണ്ട്, അല്ലെങ്കിൽ പല ഉപയോഗമുണ്ട് വേരിന്. അതിൽ ഒന്ന് മാത്രമാണ് അതിനെ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും രക്ഷിക്കുക എന്നുള്ളത്. എന്നാൽ വേരുകൊണ്ട് പ്രാഥമികമായിട്ടുള്ള മറ്റ് ഉപയോഗം എന്ന് പറയുന്നത് മണ്ണിൽ നിന്ന് അതിനാവശ്യമായിട്ടുള്ള ജലവും മറ്റ് ലവണങ്ങളും, അതിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ലവണങ്ങളും അത് വലിച്ചെടുക്കുന്നത് വേരിലൂടെയാണ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൽ വേരൂന്നുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൻ്റെ, ആത്മീക ജീവിതത്തിൻ്റെ സുരക്ഷിതത്വവും അതുപോലെ തന്നെ അതിന് വേണ്ടുന്നതായിട്ടുള്ള പോഷണവും നമുക്ക് ലഭിക്കുന്നത്, അല്ലെങ്കിൽ ലഭിക്കേണ്ടത് കർത്താവായ യേശുക്രിസ്തുവിൽ നാം വേരൂന്നുക എന്നുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ അതിലൂടെ മാത്രമാണ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ നാം കൈക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ, കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് എങ്കിൽ, ആ കർത്താവായ യേശുക്രിസ്തുവിലേക്ക് നാം നമ്മുടെ ആത്മീകമായിട്ടുള്ള വേരുകൾ ഉപയോഗിച്ച് ആ കർത്താവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള നമ്മുടെ ജീവന്റെ ആത്മീയ ജീവന്റെ സുരക്ഷിതത്വവും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പോഷണങ്ങളും ക്രിസ്തുവിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കേണ്ടതാണ്. അപ്പോൾ അവനിൽ വേരൂന്നുക എന്ന് പറയുമ്പോൾ അതൊക്കെയാണ് നമുക്ക് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടുന്നതായിട്ടുള്ളതെല്ലാം കർത്താവിൽ നിന്ന് നമുക്ക് ലഭിക്കും. അപ്പോൾ എങ്ങനെയാണ് വേരൂന്നുന്നത്? പ്രായോഗികമായിട്ട് വേരൂന്നണമെന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് വേരൂന്നുന്നത് എന്ന് ചിന്തിച്ചാൽ നമുക്കറിയാം, പ്രാർത്ഥനയിലൂടെയും വചന പഠനത്തിലൂടെയും അതുപോലെ തന്നെ വിശ്വാസം, അതുപോലെ തന്നെ ആത്മാവിന്റെ നിയന്ത്രണത്തിൽ നമ്മൾ ജീവിക്കുക, ഇതൊക്കെയാണ് വേരൂന്നുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമായിട്ട് നമുക്ക് സാധിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. പ്രാർത്ഥനയിൽ നാം ദൈവവുമായിട്ടുള്ള പൂർണ്ണമായ ഒരു സംസാരത്തിൽ, അതല്ല എങ്കിൽ ഒരു സമ്പർക്കത്തിലാവുന്നു. അതുപോലെ തന്നെ ദൈവവചനം വായിക്കുമ്പോൾ ദൈവം നമുക്ക് ദൈവവചനത്തിലൂടെ നമുക്ക് വേണ്ടുന്നതായിട്ടുള്ള പോഷണം തരുന്നു. ആത്മാവ് നമുക്ക് വേണ്ടുന്നതായിട്ടുള്ള പോഷണം, അതുപോലെ തന്നെ നിയന്ത്രണം, അതുപോലെ നമുക്ക് നമ്മുടെ പാപത്തെക്കുറിച്ചോ അല്ലെങ്കിൽ വീഴ്ചകളെക്കുറിച്ചോ ഒക്കെ നമുക്ക് ബോധ്യം വരുത്തുന്നത്, നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഞരക്കങ്ങളാൽ, ചിരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ പക്ഷപാതം ചെയ്യുക, ഇതെല്ലാം ആത്മാവിന്റെ ശുശ്രൂഷകളാണ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൽ നാം വേരൂന്നുക, നമ്മുടെ സുരക്ഷിതത്വവും നമ്മുടെ പോഷണവും കർത്താവായ യേശുക്രിസ്തുവിലാണ് എന്നുള്ളത് കൊണ്ടാണ്. ഇതിനെക്കുറിച്ച് പിന്നീട് വരുന്ന വാക്യങ്ങളിലും നമുക്ക് ചിന്തിക്കുവാനായിട്ടുണ്ട്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാര്യം, അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചു. അപ്പോൾ ആത്മീക വർധന പ്രാപിക്കുക എന്ന് പറയുന്നത് ഈ വേരൂന്നുന്നതിന്റെ ഫലമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ ഒരു വ്യത്യാസമാണ്, അല്ലെങ്കിൽ ഒരു വളർച്ചയാണ്. ബിൽറ്റപ്പ്, അവനിൽ വളരുക എന്നുള്ളതാണ് ആത്മീക വർധന പ്രാപിക്കുക.
അപ്പോൾ നമുക്കറിയാം, നല്ല വളക്കൂറുള്ള ഒരു മണ്ണിൽ ഒരു വൃക്ഷം നിന്നാൽ, അതുപോലെ തന്നെ അതിന് നല്ല വേരുപടലങ്ങളും ഒക്കെ ഉണ്ട് എങ്കിൽ ആ വൃക്ഷം വളരുക എന്ന് പറയുന്നത്, വളർന്ന് ഫലം കായ്ക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഫലമാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിലാണ് നാം വേരൂന്നിയിരിക്കുന്നതെങ്കിൽ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മിൽ നിന്ന് നാം വളർച്ച പ്രാപിക്കുക എന്ന് പറയുന്നത്. ആത്മീയമായിട്ട് നാം വളരുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആത്മീയമായിട്ട് നാം നമ്മെ തന്നെ പരിശോധിക്കുമ്പോൾ നമുക്ക് ഒരു വളർച്ച ഈ കാലങ്ങളിൽ ഉണ്ടാകുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ഉണ്ടായിട്ടില്ല എങ്കിൽ, അതിൻ്റെ അർത്ഥം നാം കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ വേരുകളെ ഉറപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. പലപ്പോഴും വിശ്വാസികൾ എന്ന് അഭിമാനിക്കുന്നവർ അവരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ആത്മീയമായിട്ടുള്ള മേഖലകളിൽ യാതൊരു വളർച്ചയും, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ കാഴ്ചപ്പാടുകളിൽ ഒന്നും വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല എന്ന് പലപ്പോഴും അവർ തന്നെ പരിതപിക്കാറുണ്ട്. അതല്ല എങ്കിൽ പലരെക്കുറിച്ചും പലരും അങ്ങനെ പറയാറുണ്ട്. അങ്ങനെയൊക്കെ പറയുമ്പോൾ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് അവർ കർത്താവായ യേശു ക്രിസ്തുവിൽ വേരൂന്നിയിട്ടില്ല എന്നുള്ളതാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വേരൂന്നണമെങ്കിൽ അവനെ കൈക്കൊള്ളുക എന്ന് പറയുന്നതായ അതിൻ്റെ പ്രാഥമിക ഘട്ടം നാം കഴിഞ്ഞിരിക്കണം. ആ പ്രാഥമിക ഘട്ടം കഴിഞ്ഞവർക്ക് മാത്രമേ, അതായത് കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട ആളുകൾക്ക് മാത്രമേ കർത്താവായ യേശു ക്രിസ്തുവിൽ വേരൂന്നുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ വേരൂന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ആത്മീക വർധന പ്രാപിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. നമുക്കറിയാം, ഒരിക്കൽ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അത് സ്ഥിരമായി അങ്ങനെ നിൽക്കുന്ന, ഒരു വ്യത്യാസവും ഇല്ലാത്തതായിട്ടുള്ള ഒരു ജീവിതമല്ല. അവിടെ വ്യത്യാസങ്ങൾ ഉണ്ടായേ തീരൂ എന്നുള്ളതാണ്. നമ്മുടെ ആത്മീയ വർധന പ്രാപിക്കുക എന്ന് പറയുമ്പോൾ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ആത്മാവിന്റെ ഫലം നമ്മളിൽ ഉളവായി വരുന്നു, അത് കൂടി വരുന്നു. ദൈവവുമായിട്ടുള്ള നമ്മളുടെ ബന്ധം അത് എല്ലാ തലത്തിലും അത് വർദ്ധിച്ചു വരുന്നു. നാം അനുസരണത്തിൽ വളരെയേറെ മുമ്പോട്ട് പോകുന്നു. ഇതെല്ലാം ഈ ആത്മീക വർധന നാം പ്രാപിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. നമുക്ക് അനുസരണത്തിൽ നമുക്ക് വളരാനായിട്ട് സാധിക്കുന്നില്ല, അന്നും അനുസരണക്കേടാണ് ഇന്നും അനുസരണക്കേടാണ് എങ്കിൽ നമുക്ക് ഒരു ആത്മീയമായ വർധനവ് പ്രാപിച്ചു എന്ന് പറയുവാനായിട്ട് കഴിയില്ല. അതുകൂടാതെ അന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല. നമ്മളങ്ങനെ മറ്റ് ലോകത്തിലെ ആളുകൾ ജീവിക്കുന്നത് പോലെ നമ്മുടെ ലക്ഷ്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നു. പ്രത്യേകിച്ച് നമ്മളിൽ നിന്ന് ദൈവത്തിന്റെ പൈതൽ എന്നുള്ള നിലയിലുള്ളതായ യാതൊരു ഫലവും നമ്മളിൽ ഉളവാകുന്നില്ല എങ്കിൽ അതും കാണിക്കുന്നത് നാം അവനിൽ വേരൂന്നിയിട്ടില്ല, ഒരു പക്ഷേ നാം അവനെ കൈക്കൊണ്ടിട്ടുമില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ദൈവത്തിന്റെ സ്വഭാവം, ദൈവിക ജീവൻ, കർത്താവായ യേശു ക്രിസ്തു നമ്മിൽ വസിക്കുമ്പോൾ നമുക്ക് ആ ദൈവിക ജീവൻ നമുക്ക് ലഭിക്കും. ആ ദൈവിക ജീവൻ നമ്മളിൽ ദൈവത്തിൻ്റെതായ സ്വഭാവങ്ങൾ നമ്മളിൽ ഉളവാക്കും എന്നുള്ളത് അതിൻ്റെ ഒരു സ്വാഭാവിക പ്രതികരണമാണ്. എന്നാൽ ദൈവിക ജീവന്റെ ലക്ഷണങ്ങളൊന്നും നമ്മളിൽ കാണുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നാം അവനിൽ വേരൂന്നിട്ടില്ല, നാം വളരുന്നില്ല, ഒരു പക്ഷേ അവനെ നാം കൈക്കൊണ്ടിട്ടുമില്ല. നമുക്കറിയാമല്ലോ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാവുന്നു എന്ന് കർത്താവ് പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ് എന്ന് പറഞ്ഞു. കർത്താവിനെ കുറിച്ച് പറഞ്ഞത് അവനിൽ വെളിച്ചമുണ്ടായിരുന്നു, അതുപോലെ തന്നെ വെളിച്ചം ആണ് കർത്താവ്. ഇതൊക്കെ നമ്മൾ ദൈവവചനത്തിൽ ധാരാളമായിട്ട് വായിക്കുന്നുണ്ട്. നാം കർത്താവ് നമ്മിൽ വസിക്കുമ്പോൾ, അല്ലെങ്കിൽ നാം അവനിൽ വസിക്കുമ്പോൾ, അവന്റെ കൂട്ടായ്മയിൽ നടക്കുമ്പോൾ നമ്മളിലും ആളുകൾക്ക്, നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് വെളിച്ചം കാണാൻ കഴിയുന്നുവെങ്കിൽ അത് നാം ആത്മീയ വർധന പ്രാപിക്കുന്നു എന്നുള്ളതിന്റെ ലക്ഷണമാണ്. എന്നാൽ നമ്മളിലേക്ക് നോക്കുമ്പോൾ ഒരുപക്ഷെ ലോകത്തിലുള്ള നിരീശ്വരവാദികളോ അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസികളോ ആയിട്ടുള്ള ആളുകളുടെ ജീവിതത്തിലുള്ള ഗുണങ്ങൾ പോലും, സ്വഭാവങ്ങൾ പോലും, അല്ലെങ്കിൽ വെളിച്ചം പോലും നമ്മളിലില്ല എന്ന് വന്നാൽ അതിന്റെ അർത്ഥവും എന്താണ്? നാം ആത്മീയമായിട്ട് വളരുന്നവര് അല്ല. അപ്പോൾ എങ്ങനെയാണ് ആത്മീയമായിട്ട് വളരുന്നതിനുള്ള പ്രായോഗികമായിട്ടുള്ള നടപടികൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ കേട്ടതുപോലെ അല്ലെങ്കിൽ ചിന്തിച്ചതുപോലെ പ്രാർത്ഥനയിലൂടെയും വചന പഠനത്തിലൂടെയും ആത്മാവിന്
നാം വിധേയപ്പെടുന്നതിലൂടെയും അതുപോലെ തന്നെ അന്യോന്യം നാം സഹായിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ബലഹീന വശങ്ങളെ പരിഹരിക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനും നമുക്ക് അന്യോന്യം സഹായിക്കുവാനായിട്ട് കഴിയും. എന്നാൽ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇന്ന് ലോകത്ത് ഇല്ല, സഭകളിൽ ഇല്ല. ആരും അവരുടെ ആത്മീയ പ്രശ്നങ്ങൾ മറ്റാരോടും പങ്കുവെക്കാറില്ല. പരമാവധി അതൊക്കെ ഒളിച്ചു വെച്ച് അങ്ങനെ ജീവിക്കുന്നതായിട്ടുള്ള ഒരാളുകളാണ് നമ്മളങ്ങനെ. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു തുറന്ന പുസ്തകമായിരിക്കുന്നതിന് പകരം ഓരോരുത്തരുടെയും ജീവിതം ഒരു അടഞ്ഞ അധ്യായമായി, അടഞ്ഞ പുസ്തകമായി തീരുന്നതുകൊണ്ട് ആർക്കും ആരെയും സഹായിക്കുവാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതും, അതുപോലെ തന്നെ ആരും ആരുടെയും കാര്യത്തിൽ ഇടപെടുകയുമില്ല. അങ്ങനെ ഒരു മതം എന്നുള്ള നിലയിൽ ഈ വിശ്വാസ ജീവിതം ഒരു മതജീവിതമായിട്ട് മാറുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ധാരാളമായിട്ട് ഉണ്ടായാൽ മാത്രമേ, എന്നാൽ ചുരുക്കം ചില ആളുകളൊക്കെ അവരുടെ ജീവിതത്തിലെ ആത്മീയ പ്രശ്നങ്ങൾ അവരെ പങ്കുവെക്കുകയും അതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ഉപദേശങ്ങളും ഒക്കെ കൊടുക്കുകയും അങ്ങനെ ആത്മീയമായിട്ട് അവര് അഭിവൃദ്ധി പ്രാപിച്ചു പോകുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ സ്വന്തം ആത്മീക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി അതിനുള്ള താല്പര്യവും അതിനുള്ള പ്രാർത്ഥനയും അതിനുള്ള താഴ്മയും ഉള്ളവർക്ക് മാത്രമേ അത് മറ്റുള്ളവരോട് പറയുവാനായിട്ട് കഴിയുള്ളൂ. പക്ഷെ ഇത് എല്ലാവരോടും പറയാൻ കഴിയില്ല എന്നുള്ളതും അതിന്റെ മറ്റൊരു വാസ്തവമാണ്. കാരണം സഭയിൽ ആത്മീക പക്വത ഇല്ലാത്തവരോടോ ജഡിയന്മാരായിട്ടുള്ള ആളുകളോടോ പ്രശ്നങ്ങൾ പറഞ്ഞാൽ അത് ഗുണമല്ല, മറിച്ച് ധാരാളം ദോഷങ്ങൾ അത് ഉണ്ടാക്കുവാനായിട്ടും സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരോടും എല്ലാം പറയുവാനായിട്ട് കഴിയില്ല എന്നുള്ളതും അതിന്റെ ഒരു മറുവശമാണ്. അതുപോലെ തന്നെ ആത്മീയ വർധനയ്ക്ക്, വളർച്ചയ്ക്ക് തടസ്സമായിരിക്കുന്ന മറ്റൊരു കാര്യം തിരുത്തലുകൾ സ്വീകരിക്കുവാൻ ആളുകൾ തയ്യാറല്ല എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുമ്പോൾ അവരെ യോഗ്യന്മാരായി, നല്ല പൗരന്മാരായി, നല്ല കുഞ്ഞുങ്ങളായി വളർത്തുന്നതിന് അവരെ നമ്മൾ പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും നല്ല മാതൃകകൾ കാണിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ അവരെ ശിക്ഷണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശാസന എന്ന് പറയുന്നത് ഈ വളർത്തലിന്റെ ഒരു പ്രധാന ഘടകമാണ് എന്ന് നമുക്കറിയാം. നമ്മളെല്ലാവരും കുഞ്ഞുങ്ങളെ വളർത്തിയിട്ടുള്ളവരും വളർത്തുന്നവരുമാണ്. നമ്മൾ അവരെ വഴക്ക് പറയും, ചിലപ്പോൾ അടിക്കും, മുന്നറിയിപ്പുകൾ കൊടുക്കും. ഇതെല്ലാം കുഞ്ഞുങ്ങളെ വളർത്തുന്നതിന്റെ ഭാഗമായിരിക്കുന്നത് പോലെ തന്നെ ഒരു സഭയിലെ വിശ്വാസികളുടെ വളർച്ചയ്ക്കും ഈ തരത്തിലുള്ളതായിട്ടുള്ള സമീപനങ്ങൾ ആവശ്യമാണ്. അതിന് ആളുകൾ വിധേയപ്പെടാതെ ധിക്കാരികളും അഹങ്കാരികളും ആർക്കും വഴങ്ങാത്തവരുമായി നിലനിൽക്കുന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ആത്മീയ വളർച്ച പ്രാപിക്കുവാനായിട്ട് അങ്ങനെയുള്ളവർക്ക് കഴിയുന്നില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ ആത്മീയ വളർച്ചയ്ക്ക് തടസ്സമായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾക്ക് മാതൃകകൾ, യോഗ്യമായ മാതൃകകൾ നമ്മുടെ ഇടയിൽ ഇല്ല, അല്ലെങ്കിൽ നമ്മളുടെ കൂടെ ഇല്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്ന് ലോകത്ത് യുവജനങ്ങളെ നോക്കിയാൽ അവര് അവരുടെ ഉള്ളിൽ അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ഉള്ളതായിട്ടുള്ള ഒരു പ്രവണത എന്ന് പറയുന്നത്, അവർ ചിലരെയൊക്കെ അവരുടെ ആരാധനാ പുരുഷന്മാരായി അല്ലെങ്കിൽ മാതൃകയായി അവരെ സ്വീകരിക്കാറുണ്ട്. ഒരുപക്ഷെ അത് സിനിമാ മേഖലയിലുള്ളവരോ സ്പോർട്സ് മേഖലയിലുള്ളവരോ അല്ലെങ്കിൽ ചരിത്രത്തിലെ ഏതെങ്കിലും തത്വചിന്തകന്മാരോ അങ്ങനെ പലരുമായിരിക്കാം. ഒരുപക്ഷെ പല കുഞ്ഞുങ്ങളായിരിക്കുന്ന പ്രായത്തിൽ പലപ്പോഴും അവരുടെ മാതൃകാ പുരുഷൻ എന്ന് പറയുന്നത് അവരുടെ അപ്പനോ അമ്മയോ ഒക്കെ ആയിരിക്കും. എന്നാൽ കുറച്ചു കാലം കഴിയുമ്പോൾ അതൊക്കെ അവർ മാറ്റും. എന്നിട്ട് അവരുടെ ഏതെങ്കിലും അടുത്ത ബന്ധുക്കളായിട്ട് മാറും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ടീച്ചേഴ്സായിട്ട് മാറും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും അവര് ബഹുമാനിക്കുന്ന സ്പോർട്സുകാരോ അങ്ങനെയുള്ള ആളുകളെ അവർ മാതൃകയായിട്ട് തീരും. എന്നാൽ സഭയിൽ ആളുകൾക്ക് അനുകരിക്കുവാൻ കഴിയുന്നതായിട്ടുള്ള മാതൃകകൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. വാക്കുകളിലും പ്രവർത്തനങ്ങളിലും ജീവിത കാഴ്ചപ്പാടുകളിലുമൊക്കെ മറ്റുള്ളവർക്ക് അനുകരിക്കാൻ കഴിയുന്നതായിട്ടുള്ള മാതൃകകൾ വേണം. ഇതൊക്കെ ആത്മീയ വർധനയ്ക്ക് സഹായിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട് അവനിൽ വേരൂന്നിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലമായിട്ട് മനുഷ്യരിൽ ഉളവാകുന്ന ഒരു ഫലമാണ് അവര് വളരുന്നു എന്നുള്ളത്. വളരും തോറും യഥാർത്ഥത്തിൽ നാം കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുകയാണ് ചെയ്യുന്നത്. കർത്താവിന്റെ മനോഭാവങ്ങളുള്ളവരായി, കർത്താവ് കാണുന്നത് പോലെ കാര്യങ്ങളെ കാണുവാൻ ഒക്കെ നാം പ്രാപ്തരായി തീരുക, അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള പരിജ്ഞാനത്തിൽ നാം എത്തുക എന്ന് നമുക്ക് അതിനെക്കുറിച്ച് പറയാനായിട്ട് കഴിയും. സകല മനുഷ്യരും രക്ഷിക്കപ്പെടുവാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും അവൻ ഇച്ഛിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മളുടെ പരിജ്ഞാനം വർദ്ധിക്കും.
ഈ വളർച്ചയുടെ ഭാഗമായിട്ട്. അപ്പോൾ ആ പരിജ്ഞാനമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയൊരു മുതൽക്കൂട്ടായിരിക്കുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചിന്തിച്ചതും പഠിച്ചതുമാണ് എന്നുള്ളതും ഞാൻ ഓർക്കുന്നു. ശരി, മൂന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും. ഇവിടെ വിശ്വാസത്തിൽ ഉറച്ചും എന്ന് പറഞ്ഞാൽ മതിയാവുന്നതാണ്. നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ സ്ഥിരതയുള്ളവരായിരിക്കണം. ഇവരുടെ വിശ്വാസത്തെക്കുറിച്ച് ഇതിനു മുമ്പുള്ള വാക്യങ്ങൾ നാം വായിച്ചു. ഒരു വിശ്വാസത്തിന്റെ സ്ഥിരത കണ്ട് പൗലോസ് അപ്പോസ്തലൻ സന്തോഷിക്കുന്നു എന്നാണ് നാം അവിടെ വായിച്ചത്. അപ്പോൾ ഇവർക്ക് സ്ഥിരതയുണ്ട് എന്ന് പൗലോസ് അപ്പോസ്തലന് മനസ്സിലായി. ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം വീണ്ടും ആ സ്ഥിരതയെക്കുറിച്ച് തന്നെ, വിശ്വാസത്തിന്റെ സ്ഥിരതയെക്കുറിച്ച് തന്നെ പറയുമ്പോൾ അവിടെ ചില വിശേഷണങ്ങൾ അതിന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിന് ഒത്തവണ്ണം. അപ്പോൾ വിശ്വാസത്തിന്റെ സ്ഥിരത എങ്ങനെയായിരിക്കണം എന്ന് ചോദിച്ചാൽ, ചില ആളുകളൊക്കെ ഉണ്ട്, അവർ ഭയങ്കര വിശ്വാസികളാണ്. അവരുടെ വിശ്വാസത്തിൽ നിന്ന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അല്പം പോലും മാറുകയില്ല. പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവ ഉപദേശിച്ച് തന്നതിന് ഒത്തവണ്ണമല്ല. അതൊരു വലിയ പ്രശ്നമാണ്. ഇന്ന് നമുക്കറിയാമല്ലോ, വിവിധ മതങ്ങളിലും സഭകളിലുമുള്ള ആളുകൾ, പ്രത്യേകിച്ച് അങ്ങനെയുള്ള സഭകളിലെ അല്ലെങ്കിൽ മതങ്ങളിലെ ആളുകൾക്ക് അവരുടെ വിശ്വാസത്തിൽ അവർ ഭയങ്കര കണിശക്കാരാണ്, കഠിനമായി അതല്ലെങ്കിൽ ഉറച്ച ഭക്തരാണ്, അല്ലെങ്കിൽ വിശ്വാസികളാണ് അവരൊക്കെയും. എന്നാൽ അവിടെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് വിശ്വാസത്തിൽ ഉറയ്ക്കുക എന്നുള്ളത് കൊണ്ട് കാര്യമാകുന്നില്ല. മറിച്ച് ആ വിശ്വാസം എന്ന് പറയുന്നത് ഒരു സത്യവിശ്വാസമായിരിക്കണം. അങ്ങനെ സത്യമല്ലാത്ത ഒരു വിശ്വാസത്തിലുള്ള ഉറപ്പ് ഒരിക്കലും ആർക്കും പ്രയോജനമാകുകയില്ല. അതുകൊണ്ടാണ് അവര് വിശ്വാസത്തിൽ ഉള്ള അവരുടെ സ്ഥിരതയെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിച്ചതിന് പുറമെ വീണ്ടും നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവവചനത്തിലെ ആത്മീകമായിട്ടുള്ള സത്യങ്ങൾ എല്ലാം അനുസരിച്ചിട്ടുള്ള ഒരു വിശ്വാസവും ആ വിശ്വാസത്തിലുള്ള ഒരു ഉറപ്പുമാണ് യഥാർത്ഥത്തിൽ ദൈവമക്കൾക്ക് വേണ്ടത് എന്നുള്ളത് നമുക്ക് തർക്കിക്കേണ്ട ആവശ്യമില്ല. അത് വളരെ ലളിതമായിട്ടുള്ള കാര്യമാണ്, മനസ്സിലാക്കുവാനായിട്ട് ഒരു പ്രയാസവുമില്ല. എന്നാൽ ഇന്ന് പല ആളുകളും അവരുടെ വിശ്വാസം അപ്പസ്തോലന്മാർ ഉപദേശിച്ചു തന്നതായിട്ടുള്ള വിശ്വാസമാണോ എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ചുള്ള ഉറപ്പൊന്നും അവർക്ക് വേണ്ട. അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജനിച്ച് വളർന്നു വന്ന സാഹചര്യത്തിൽ എന്നിലേക്ക് പകരപ്പെട്ടതായ പാരമ്പര്യമായിട്ടുള്ള വിശ്വാസങ്ങൾ, അതല്ല എങ്കിൽ ഞാൻ തനിയെ എന്നിൽ ചിന്തിച്ച് ഞാൻ കണ്ടെത്തിയതായിട്ടുള്ള ചില ധാരണകൾ, ഇതൊക്കെയാണ് പലപ്പോഴും അനേകരുടെയും വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതല്ലാതെ ശുദ്ധമായ ദൈവവചന പഠനത്തിൽ നിന്ന് അല്ലെങ്കിൽ ദൈവാത്മാവിനാൽ നിവേശിതമായ ദൈവവചനത്തിന്റെ ശുദ്ധമായ മനസ്സിലാക്കലുകളിൽ നിന്നല്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ് ഇന്ന് ലോകത്ത്. യഥാർത്ഥത്തിൽ ദൈവ മക്കളെ സംബന്ധിച്ച് അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിലേക്ക് വരുന്നതായിട്ടുള്ള ആളുകളെ ആ ഒരു വഴിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സമായി ഇന്ന് പിശാച് ലോകത്തൊരുക്കിയിട്ടുള്ളത് ഈ ദുരുപദേശങ്ങളും അല്ലെങ്കിൽ വ്യർത്ഥമായ ഉപദേശങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വിശ്വാസം അടിസ്ഥാനമില്ലാത്തതും തെറ്റായതുമായതുകൊണ്ട് അവർക്ക് ദൈവികമായിട്ടുള്ള വഴിയിൽ അവർക്ക് നടക്കുവാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിന് ഒത്തവണ്ണം എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നാം വളരെ കൃത്യമായി നാം ഉറപ്പുവരുത്തുന്നതായിട്ടുള്ളൊരു കാര്യം, ദൈവവചനത്തോട് അല്പം പോലും കൂട്ടിച്ചേർക്കാതെയും അതിൽ നിന്ന് ഒട്ടും നീക്കാതെയും പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ നാം എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇതാണ്. എന്ന് മാത്രവുമല്ല, നാം പഠിപ്പിക്കുക മാത്രമല്ല, അതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉളവാകുന്നുവെങ്കിൽ അത് ചർച്ച ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉറപ്പാക്കുവാനും സത്യമായിട്ടുള്ള ഉപദേശം മുറുകെ പിടിക്കുവാനും ഉള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ സഭയിൽ നാം ഒരുക്കിയിട്ടുണ്ട്. അത് നാം ഉപയോഗിക്കണം. അപ്പോൾ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ഒരു അടിസ്ഥാനമില്ലാത്തതായിട്ടുള്ള വിശ്വാസമായിരിക്കരുത്. അത് ദൈവവചനത്തിൽ അധിഷ്ഠിതമായ പൗലോസ് അപ്പസ്തോലന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും വെളിപ്പെടുത്തിയതായ സത്യമായ ഉപദേശത്തിൽ
ആയിരിക്കണം നമ്മുടെ വിശ്വാസത്തിന്റെ ഉറപ്പ് എന്ന് പറയുന്നത്. പിന്നെ നാലാമത്തെ കാര്യം, സ്തോത്രത്തിൽ കവിഞ്ഞു ഇരിപ്പിൻ. പിന്നെയുള്ളവരെ, നാം എല്ലാവരും ഏറെ പരാജയപ്പെടുന്നതായിട്ടുള്ള മറ്റൊരു മേഖലയാണ് ഇത്, സ്തോത്രത്തിൽ കവിഞ്ഞിരിപ്പിൻ. അപ്പോൾ എന്ന് വെച്ചാൽ നാം എല്ലായ്പ്പോഴും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നന്ദിയുള്ള ഒരു ഹൃദയമായിരിക്കണം നമുക്ക് എപ്പോഴും ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ്. നന്ദിയുള്ള ഒരു ഹൃദയം, ദൈവത്തോട് യഥാർത്ഥത്തിൽ നന്ദിയുള്ളൊരു ഹൃദയമാണോ നമുക്കുള്ളത്? ഇപ്പൊ ഇവിടെ കൊലോസിയിലാണെങ്കിലും അതല്ലെങ്കിൽ ഏത് സഭയിലാണെങ്കിലും നമുക്കറിയാം, വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് അത് ഏറെ പ്രതിസന്ധികളിലൂടെ പോകുന്നതായിട്ടുള്ള ജീവിതമാണ്. അതിനെക്കുറിച്ച് ആർക്കും ഒരു തർക്കവുമില്ല. എന്നാൽ ഇവിടെ സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എതിരായിട്ടുള്ളതായ ഒരു പ്രതിസന്ധികളും ദൈവത്തോടുള്ള നന്ദിയിൽ ജീവിക്കുന്നതിന് നമുക്ക് തടസ്സമായിട്ട് വരാൻ പാടില്ല, നമ്മെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ടും പാടില്ല എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് അനേക വിശ്വാസികളെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ അവര് പലപ്പോഴും അവര് അസന്തുഷ്ടരാണ്. ദൈവം അവരെ കടത്തിവിടുന്നതായിട്ടുള്ള സാഹചര്യങ്ങളിൽ പിറുപിറുക്കുന്നവരും അതുപോലെ അസന്തുഷ്ടരും പരാതി പറയുന്നവരും അങ്ങനെയൊക്കെയുള്ള ഒരു ജീവിതമാണ് പൊതുവെ ഇന്ന് ഒരു 99% വിശ്വാസികൾക്കും എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് കൈക്കൊണ്ടിട്ടുണ്ടോ എന്നുള്ളതൊരു പ്രശ്നം. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവരിൽ വേരൂന്നിയിട്ടുണ്ടോ, അങ്ങനെ ആത്മീയവർദ്ധന പ്രാപിക്കുന്നുണ്ടോ, ശരിയായിട്ടുള്ള വിശ്വാസത്തിൽ ഉറച്ചിട്ടുണ്ടോ, സത്യമായിട്ടുള്ള വിശ്വാസത്തിലാണോ ഉറച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിലനിൽക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമ്മെ ബാധിക്കുന്നതായിട്ടുള്ള കാര്യമാണ്. നമുക്കങ്ങനെ അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലിയ ആദായമാകുന്നു താനും. തിമോഥെയോസിന് എഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്നതാണ്. അതായത് സംതൃപ്തിയോടുകൂടിയുള്ള നമ്മുടെ ഭക്തി എന്ന് പറയുന്നത് വലിയ ആദായമാണ് എന്നാണ്. അപ്പോൾ ദൈവം നമുക്ക് നൽകുന്നതായിട്ടുള്ള സാഹചര്യങ്ങളിൽ നന്ദിയോടെയും സംതൃപ്തിയോടും കൂടി നാം വസിക്കേണ്ടത് ഏറെ ആവശ്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കുക എന്ന് പറയുന്നത്, അതായത് നന്ദിയുള്ള ഹൃദയത്തോടു കൂടി ഇരിക്കുക, നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിൽ വസിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ അവനുമായിട്ടുള്ള കൂട്ടായ്മയിൽ നടക്കുന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. കാരണം കർത്താവ് നമ്മിൽ വസിച്ച് ആ കർത്താവുമായിട്ടുള്ള ഒരു ബന്ധത്തിലാണ് നാം ഇരിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് പരാതിയാണ് പറയാനായിട്ടുള്ളത്? കാരണം നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് കർത്താവെങ്കിൽ നാം ഏത് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും നമ്മളോട് കൂടെ ഈ സർവ്വപ്രപഞ്ചത്തെയും സൃഷ്ടിച്ചവനായിട്ടുള്ള ദൈവം നമ്മോട് കൂടെ ഇരിക്കുന്നു, അല്ലെങ്കിൽ ദൈവം ആ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ആ സാഹചര്യങ്ങളിലെല്ലാം ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്കറിയാമല്ലോ, തീച്ചുളയിലേക്ക് വലിച്ചെറിയപ്പെട്ടതായ ശദ്രക്, മേശക്, അബേദ്നെഗോ 3 പേരെയാണ് അങ്ങോട്ട് വലിച്ചെറിഞ്ഞത്. എന്നാൽ അവിടെ 4 പേര് നടക്കുന്നതായിട്ട് കാണുന്നു എന്ന് നമ്മളിവിടെ വായിക്കുന്നുണ്ട്, ദാനിയേലിന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അത് ദൈവം അവരോട് കൂടെ വസിക്കുന്നു, അല്ലെങ്കിൽ ദൈവം തന്റെ ദൂതന്മാരെ അവരോട് കൂടെ അവരുടെ സംരക്ഷണത്തിനായിട്ട് നടത്തുന്നു, വിടുന്നു എന്നുള്ളതാണ് കാര്യം. അപ്പോൾ നാം കർത്താവിനാൽ സ്വീകരിക്കപ്പെട്ടവരാണെങ്കിൽ, കർത്താവ് നമ്മിൽ വസിക്കുന്നുവെങ്കിൽ നമുക്ക് ഈ ലോക ജീവിതത്തിൽ നമുക്കോ നമുക്കുള്ളവർക്കോ സംഭവിക്കുന്നതായ ഒരു കാര്യത്തിലും നമുക്ക് പരാതി പറയാനായിട്ട് ഒരു വശവുമില്ല, ഒരു സാധ്യതയുമില്ല എന്നുള്ളതാണ്. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ അത് തന്നെയല്ലേ വായിക്കുന്നത്. തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും എന്ന് വെച്ചാൽ ഒന്നൊഴിയാതെ എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അപ്പോൾ എന്ത് നമ്മുടെ ജീവിതത്തിൽ വന്നാലും ദൈവവചന പ്രകാരമാണ് നാം അതിനോട് സമീപിക്കുന്നതെങ്കിൽ അത് നമ്മുടെ നന്മയ്ക്കായിട്ട് നമുക്ക് കൂടി വ്യാപരിക്കുവാനായിട്ട് കഴിയും. ഒരുപക്ഷെ നമുക്ക് ആ നന്മയൊന്നും പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എങ്കിലും ദൈവേഷ്ടത്തിന് നമ്മെ വിധേയപ്പെടുമ്പോൾ അത് കാലം തെളിയിക്കും. അല്ലെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ നമ്മെ കടത്തിവിട്ടതായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കുകയും നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യാൻ കഴിയും. എന്നാൽ നമ്മെ ഈ ലോകത്ത് നാം ജീവിക്കുമ്പോഴും ആ ഒരു അവസ്ഥയിൽ തന്നെ നാം ജീവിക്കണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ശരി, ഇവിടെ പറഞ്ഞത് മുകളിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ആ കാര്യങ്ങളുടെ ചില അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതിന്
ചില വിശദീകരണമാണ് 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെ ഉപദേശിച്ചു തന്നതിന് ഒത്തവണ്ണം എന്ന് നമ്മൾ വായിച്ചു 7-ാമത്തെ വാക്യത്തിൽ. എന്നാൽ 8-ാമത്തെ വാക്യത്തിൽ ഒത്തവണ്ണമുള്ളതല്ല എന്നൊരു പ്രയോഗവും നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഒത്തവണ്ണമുള്ള ഒരു വിശ്വാസവും ഒത്തവണ്ണം അല്ലാത്തതായിട്ടുള്ള കുറെ കാര്യങ്ങളും ഈ ലോകത്തിലുണ്ട്. അപ്പോൾ ഒത്തവണ്ണം വേണം നമുക്ക് വിശ്വാസത്തിൽ ഉറയ്ക്കുവാനായിട്ട്. എന്നാൽ ആ വിശ്വാസത്തിലേക്ക് കളങ്കം ചാർത്തുന്നതായ, ആ വിശ്വാസത്തെ മലിനപ്പെടുത്തുന്നതായ പൗലോസ് അപ്പോസ്തലൻ ഉപദേശിച്ചു തന്നതിനപ്പുറമായിട്ടുള്ള കുറെ കാര്യങ്ങൾ, അതിനെക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ 8-9 വാക്യങ്ങൾ പറയുന്നത്. നമുക്കൊന്ന് വായിക്കാം. തത്വജ്ഞാനം വെറും വഞ്ചനയും കൊണ്ട്, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിക്കാൻ സൂക്ഷിപ്പിൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തവണ്ണം, ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്ക് ഒത്തവണ്ണമല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണമല്ല. അപ്പോൾ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം എന്ന് നമ്മൾ നേരത്തെ വായിച്ചു. ഇവിടെ പറഞ്ഞിരിക്കുന്നു അല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണമുള്ളതല്ല. അപ്പോൾ ഈ ഉപദേശ കാര്യങ്ങളിൽ തത്വജ്ഞാനമോ അല്ലെങ്കിൽ മനുഷ്യന്റെ സമ്പ്രദായത്തിനും ആദ്യപാഠങ്ങൾക്കും ഒത്തവണ്ണം ഈ തത്വജ്ഞാനവും വെറും വഞ്ചനയും, അതായത് മനുഷ്യനിൽ നിന്ന് ഉത്ഭവിക്കുന്നതായിട്ടുള്ള അനേക ഉപദേശങ്ങൾ, കാഴ്ചപ്പാടുകൾ ദൈവവചനത്തോട് ചേർത്ത് പഠിപ്പിക്കുന്നതായ ഒരു രീതി ഇന്ന് ക്രിസ്തീയ ലോകത്ത് ധാരാളമുണ്ട്. പ്രത്യേകിച്ച് ദൈവവചനം അതിൻ്റെ കൃത്യതയിലും സൂക്ഷ്മതയിലും പഠിപ്പിക്കുമ്പോൾ അതിന് കേൾവിക്കാർ കുറവാണ്, അതിന് ആകർഷണീയത പലതും കുറവാണ്. കാരണം മനുഷ്യര് ആകർഷിക്കപ്പെടുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അല്ല ഇന്ന് ബൈബിളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യന് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ജീവിക്കുന്ന ഒരു ജീവിതത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം പ്രശ്നങ്ങളെ ഒഴിവാക്കുക എന്നുള്ളതാണ് മനുഷ്യന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം പ്രശ്നങ്ങളില്ലാതെ ജീവിക്കുക എന്നുള്ളതാണ്. എന്നാൽ കഷ്ടങ്ങളിലൂടെയാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതെന്ന് പ്രസംഗിക്കുമ്പോൾ അതിന് കേൾവിക്കാരില്ല. പക്ഷെ എല്ലാവർക്കും വെറും ആളുകളെല്ലാം വഞ്ചിക്കുന്നതായിട്ടുള്ള ഒരു ഉപദേശമാണത്. അതുപോലെ തന്നെ സമൃദ്ധിയുടെ സുവിശേഷം, അതുപോലെ തന്നെ രോഗശാന്തി എന്ന് പറയുന്നതായിട്ടുള്ള ഒരു പരിപാടി അനേകരെ സ്വാധീനിക്കുവാൻ, വഞ്ചിക്കുവാനായിട്ട് ഇന്ന് ക്രിസ്തീയ ലോകത്ത് നടക്കുന്നുണ്ട്. ദൈവം രോഗത്തിന് അത്ഭുതമായി ശാന്തി കൊടുക്കുകയില്ല എന്നല്ല, എന്നാൽ വ്യാജമായിട്ടുള്ള പല രോഗശാന്തി ശുശ്രൂഷകളും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അതുപോലെ തന്നെ തത്വജ്ഞാനം, ദൈവവചനത്തിന് നിരക്കാത്തതായിട്ടുള്ള ജ്ഞാനം കൊണ്ട് അതും കൂടെ ഈ ബൈബിളിനോട് ചേർത്ത് പഠിപ്പിക്കുകയും, അപ്പോൾ അതിന് ചില ആകർഷണീയതയുണ്ട്. പ്രസംഗങ്ങളെ ആകർഷകമാക്കുന്നതിനും ആളുകളെ സന്തോഷിപ്പിക്കുന്നതിനും പുതിയ പുതിയ കാര്യങ്ങൾ കേൾക്കുവാനായിട്ടുള്ള മനുഷ്യന്റെ ത്വരയെ തൃപ്തിപ്പെടുത്തുന്നതിനും വേണ്ടി ധാരാളം ബൈബിൾ പഠിപ്പിക്കുന്നതായിട്ടുള്ള ആളുകൾ അവര് ദൈവവചനത്തോട് പലതും കൂട്ടിയും കുറച്ചുമൊക്കെയാണ് പഠിപ്പിക്കുന്നത് എന്ന് നമുക്കറിയാം. എന്നാൽ അത് ക്രിസ്തുവിനൊത്തവണ്ണമല്ല, മറിച്ച് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തവണ്ണവും ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്ക് ഒത്തവണ്ണവുമാണ്. അത് ക്രിസ്തുവിനൊത്തവണ്ണമല്ല. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തവണ്ണമാണ് എന്ന് പറഞ്ഞാൽ അത് പൈശാചികമാണ്. നാം അതിനെക്കുറിച്ച് പഠിച്ചതാണ്. പത്രോസിനോട് കർത്താവ് സാത്താനെ നീ എന്നെ വിട്ടു പോകും എന്ന് പറയുമ്പോൾ നീ മനുഷ്യനുള്ളത് ചിന്തിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നീ മനുഷ്യനുള്ളത് ചിന്തിക്കുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യൻ്റെത് അത്രേ ചിന്തിക്കുന്നത്. അപ്പോൾ മനുഷ്യന്റെ സമ്പ്രദായത്തിനൊത്തവണ്ണമായിട്ടുള്ള കാര്യങ്ങൾ ദൈവവചനത്തോട് നാം കൂട്ടിച്ചേർത്താൽ അത് പൈശാചികമാണ്, അത് സാധാന്യമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ക്രിസ്തുവിനൊത്തവണ്ണം അല്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ അല്ല, മറിച്ച് ക്രിസ്തുവിനൊത്തവണ്ണമായിട്ടുള്ള കാര്യങ്ങൾ ആണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാക്കിയിരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ അല്ലെങ്കിൽ ദൈവവചനത്തിൽ നാം കാണുന്നതായിട്ടുള്ള ഉപദേശങ്ങളെല്ലാം ക്രിസ്തുവിന് ഒത്തവണ്ണമുള്ള, അല്ലെങ്കിൽ ക്രിസ്തു ഉപദേശിച്ചു തന്നതിന് ഒത്തവണ്ണമുള്ള വിശ്വാസമാണ്. വീണ്ടും എന്തുകൊണ്ടാണ് ഈ കർത്താവിൽ നടക്കുക അല്ലെങ്കിൽ കർത്താവിൽ എൻ്റെ കൂട്ടായ്മയിൽ നടക്കുക എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ് തുറന്നുള്ള 2 വാക്യങ്ങളിൽ നാം കാണുന്നത്. അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ നമ്മുടെ ജീവിതത്തിൽ വെല്ലുവിളിയായിരിക്കുന്ന കാര്യം. നാം കർത്താവായ യേശു ക്രിസ്തുവിൽ പരിപൂർണരായിരിക്കണമെങ്കിൽ അവനിൽ നടക്കേണ്ടത് ആവശ്യമാണ്. കാരണം അവനിലാണ് ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്ന
ക്രിസ്തുവിനെ നാം കൈക്കൊണ്ട് ആ ക്രിസ്തുവിൽ നാം ഇരിക്കുമ്പോൾ, ആ ക്രിസ്തുവിൽ നാം നമ്മുടെ വേരുകളെ ആഴ്ത്തി, ആ ക്രിസ്തുവിൽ നിന്ന് പോഷണം ലഭിച്ച് ആത്മീയവർദ്ധന പ്രാപിച്ച് ആ ക്രിസ്തു ഉപദേശിച്ചു തന്നതായിട്ടുള്ള ഉപദേശത്തിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ച് സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ നാം അവനിൽ പരിപൂർണരായിരിക്കുന്നു. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൽ നിന്ന് വേർപെട്ട് നമുക്കൊരു പരിപൂർണതയില്ല, ഒരു വിശുദ്ധിയില്ല. ക്രിസ്തുവിൽ വസിക്കുമ്പോൾ ക്രിസ്തുവിന്റെ വിശുദ്ധി, ക്രിസ്തുവിന്റെ നീതി, അതാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ മേൽ ദൈവം കണക്കിടുന്നത്. അപ്പോൾ അത് ലഭിക്കുന്നത് ക്രിസ്തുവിൽ ജീവിക്കുന്ന, ക്രിസ്തുവിൽ നടക്കുന്ന ആളുകൾക്ക് മാത്രമാണ്. അതുകൊണ്ടാണ് ഈ ഒരു ക്രിസ്തുവിൽ നടക്കണം എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നതിന്റെ കാരണം എന്ന് പറയുന്നത്, ആ ക്രിസ്തുവിൽ നാം നടക്കുമ്പോൾ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്ന ക്രിസ്തുവിൽ നാം ഇരിക്കുമ്പോൾ, ക്രിസ്തുവിൽ നാം നടക്കുമ്പോൾ, ക്രിസ്തുവിൽ നാം ജീവിക്കുമ്പോൾ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നാം പരിപൂർണരായിരിക്കുന്നു. ഇതാണ് ക്രിസ്തീയ ജീവിതം. അങ്ങനെയുള്ള ആളുകളെയാണ് പിതാവ് കാണുകയും സ്നേഹിക്കുകയും പിതാവ് ഉപയോഗിക്കുകയും ചെയ്യുന്നത്. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. അവന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.